ഇന്ന് വൈകിട്ടേ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഞാൻ ഈ റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ എഗ് പപ്സ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മെയിൻ കോഴ്സായിട്ട് പൊറോട്ടയും ചില്ലി ചിക്കൻ ചിക്കൻ ടിക്ക മസാല അതുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അവരിത് സെക്കൻഡ് ടൈമാണേ വരണേ. ഞാൻ കാര്യമായിട്ട് ഫുഡ് കുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇന്നെനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ സമയം ഉണ്ടായില്ല കേട്ടോ ഒന്നിനും. അപ്പോൾ അതുകൊണ്ടാണ് സിമ്പിൾ മെനു ആക്കിയത്. പിന്നെ അവർ ഫസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പോർക്ക് ഫ്രൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആശ്വാസത്തിൽ ഞാൻ സിമ്പിൾ മെനു ആക്കി. അപ്പോൾ ഞാൻ എഗ്ഗൊക്കെ ബോയിൽ ചെയ്ത് വെച്ചു. പിന്നെ നമ്മുടെ പപ്സിനുള്ള മസാലയൊക്കെ വഴറ്റി വെച്ചു. പിന്നെ ഇത് ചിക്കൻ ടിക്ക മസാലയ്ക്കുള്ള ചിക്കൻ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഉപ്പ് മാത്രം ഇട്ടിട്ട് സൺഫ്ലവർ ഓയിലിൽ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവണ വരെ ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് ആ സെയിം സൺഫ്ലവർ ഓയിലിലേക്ക് തന്നെ നമ്മൾ കുറച്ച് ഗാർലിക്ക് ചതച്ചതാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതാണ് നമ്മുടെ ചിക്കൻ ടിക്ക മസാല കുക്കിംഗ് സോസ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അതൊരു 3 ബോട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് ഒരു ഫുൾ ചിക്കൻ, അതായത് ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ടാവുള്ളൂ കേട്ടോ. അത്യാവശ്യം ഗ്രേവി, നമ്മൾ പൊറോട്ടയൊക്കെ കഴിക്കുമ്പോൾ ഗ്രേവി വേണമല്ലോ. ചെറിയ പാത്രത്തിൽ കൊള്ളൂല എന്ന് കണ്ടപ്പോൾ ഞാൻ വേറെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് മുഴുവൻ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മാക്സിമം മുതലാക്കണമല്ലോ. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുപ്പി കഴുകിയിട്ട് ഇതും കൂടി ഒഴിച്ച് ഗ്രേവിയും കൂടി ഒഴിച്ച് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. നമ്മൾ ഇനി ആ ഗ്രേവി നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക വേണ്ടു കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ ഒരു ബ്രാൻഡിൻ്റെ മാത്രമേ കേട്ടോ എനിക്ക് ഇഷ്ടപ്പെടാറുള്ളൂ. വേറെ ഏത് ബ്രാൻഡ് വാങ്ങിയാലും എനിക്ക് ആ ചിക്കൻ ടിക്കയുടെ ആ സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ വാഷിങ്ങൊക്കെ തീർത്തു, എല്ലാ പരിപാടിയും തീർത്ത് വയ്ക്കണമല്ലോ അവർ വരുമ്പോഴേക്കും. അപ്പോൾ ക്ലീനിങ് സൈഡിൽ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പണി ഇത്തിരിയും കൂടി എളുപ്പമാവുമല്ലോ. അങ്ങനെ കറി സോസ് നല്ലോണം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാം. ഫൈനലായിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ റെഡിയാക്കാറുണ്ട് കുക്ക് ചെയ്യാൻ ടൈമൊന്നും ഇല്ലാണ്ടാവുമ്പോൾ. പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട്, കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ടേസ്റ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ പപ്സ് പേസ്ട്രി ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പപ്സ് ഉണ്ടാക്കണേ. അപ്പോൾ ഒരൊറ്റ റോൾ ഷീറ്റിൽ നിന്ന് നമുക്കൊരു 6 പപ്സ് കിട്ടും. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ സ്പ്രെഡ് ചെയ്ത് ബോയിൽ ചെയ്ത എഗ്ഗ് ഹാഫാക്കി കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മടക്കി പിന്നെ എഗ്ഗ് വാഷ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എയർ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വാക്വം ചെയ്യാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ചെയ്തു. നമ്മുടെ പൊറോട്ടയും പപ്സും ചിക്കൻ ടിക്കും ഒക്കെ റെഡി ആയിട്ടോ. പൊറോട്ട റെഡി ആയിട്ടില്ല. പൊറോട്ട ആ ടൈമിൽ അവർ വരുമ്പോൾ ചുട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അവർ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു ഞാൻ.